ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ട്രംപ് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടത്. ചൈനയും ഇന്ത്യയിലും പോലെയുള്ള നരകങ്ങളിൽ നിന്ന് കുറേ മനുഷ്യർ ഇവിടെ വന്ന് പെറ്റുകൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ എന്തോ വളരെ മോശമായ ഒരു നാട്ടിൽ നിന്ന് വരുന്ന മോശക്കാരെന്നുള്ള രീതിയിലാണ് നമ്മളെ ട്രംപ് പറഞ്ഞത്. ആ പറഞ്ഞ അതേ ട്രംപിൻ്റെ നാട്ടിൽ ഒരു മോശക്കാരുമല്ലാത്ത നല്ല ഒറിജിനൽ സായിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല മൂത്ത സായിപ്പ്. ആ സായിപ്പ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് മീഡിയ പേഴ്സൺസിന് വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ വെച്ചാണല്ലോ ഈ ട്രംപിന് നേരെ ട്രംപിൻ്റെ ചടങ്ങിൽ വെടിപൊട്ടിച്ചത്. ഈ വെടിപൊട്ടിച്ച സമയത്ത് ട്രംപ് ഇറങ്ങി ഓടി. അതെല്ലാവരും കണ്ടല്ലോ. ആദ്യം ആ ട്രംപ് ഇറങ്ങി ലോകത്തിൻ്റെ ശക്തനായ രാജ്യ ഭരണാധികാരി ഡെസ്കിൻ്റെ അടിയിലിരുന്നു. ഡെസ്കിൻ്റെ അടിയിൽ നിന്ന് അവരെല്ലാം കൂടെ വല്ലച്ചായാലും വലിച്ചെടുത്ത് തോളെ വെച്ചുകൊണ്ട് ഓടി. സംഗതി ഓടി ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നൊരു വൈറൽ വീഡിയോ പുറത്തു വന്നു. വൈറൽ വീഡിയോയുടെ ദൃശ്യം ഇതാണ്. കണ്ടോ അതെന്തോന്ന് സംഗതി? ആ മേശപ്പുറത്തുണ്ടായിരുന്ന കുപ്പിയുണ്ടല്ലോ, കുപ്പി, മറ്റോൻ മൂത്തോൻ, ആ മൂത്തോൻ എല്ലാവരും എടുത്ത് നാഭിക്ക് വെച്ച് ബാഗിലും വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. എല്ലാവരും വീട്ടിൽ കൊണ്ടുപോയി. സംഗതി വളരെ ദുരന്തപൂർണമായ അന്തരീക്ഷത്തിലാണ്. വെടിപൊട്ടി എല്ലാവരും മരിച്ചു പോകുമോ എന്നുള്ളൊരു ഭീതി ഉണ്ടായി. അമേരിക്കൻ പ്രസിഡൻറ്റ്, അവരുടെ ഏറ്റവും വലിയ ഹോസ്റ്റ്, ഓടി രക്ഷപ്പെട്ടു. ആ സന്ദർഭത്തിൽ പിന്നെ അടുത്ത പണി നടത്തിയത് മുമ്പിലിരുന്ന കുപ്പി എല്ലാവരും അടിച്ചുകൊണ്ട് പോയി. ട്രംപ് 1 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞത് വേറൊരു പാർട്ടി വെക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് വെക്കുമ്പോഴല്ലേ കുപ്പി കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടങ്ങ് പോയി. സാധാരണ നമ്മൾ കളിയാക്കി ആക്ഷേപിക്കുന്നത് 3-ാം ലോക രാജ്യത്തെ ആളുകളെക്കുറിച്ചാണ്. ഇത് നല്ല 1-ാം ലോക രാജ്യമാണ്. 1-ാം ലോക രാജ്യത്തെ സംസ്കാര സമ്പന്നതയുടെ കളിത്തൊട്ടിലിൻ്റെ, പിന്നെന്താ, മടിത്തൊട്ടിലിൻ്റെ, വല്ലാത്ത തൊട്ടിലിൻ്റെ സ്ഥലത്താണ് ഈ പറഞ്ഞതുപോലെ കുപ്പി അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇല്ല കുറുവ വെള്ളം ഇറക്കുന്നത് പോലെ നാവിൻ തുമ്പിൽ കുമിള പൊട്ടി. അത് സഹിക്കാൻ കഴിയാതെ കുപ്പിയും എടുത്തുകൊണ്ട്, അതും ആധുനികതയുടെ തുല്യതയുടെ പര്യായമായി വനിതാരത്നങ്ങളാണ് അത് അടിച്ചുകൊണ്ട് പോകുന്നത് പലതിലും കാണുന്നത്. അവർക്കത് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ നാട്ടിലൊക്കെ പറയില്ലേ നല്ല കൂടിയ സാധനമാണ്, ആ കൂടിയ സാധനമാണെന്ന് ഓർത്താണ് ഈ അടിച്ചുകൊണ്ട് പോകുന്നത്. അതിൽ അത്ഭുതമൊന്നുമില്ല. അങ്ങനെ നിറത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിലും ഭാവത്തിലും ഒന്നുമല്ല സംസ്കാരം കുടികൊള്ളുന്നത്. അത് പാരമ്പര്യത്തിലാണ്, അത് വിശ്വാസത്തിലാണ്. ആ പാരമ്പര്യവും വിശ്വാസവും ഒക്കെ ലോകത്തെ മുഴുവൻ കൊള്ള ചെയ്യലും മോഷ്ടിക്കലും പണത്തിനോടുള്ള വല്ലാത്ത ഭ്രമവും എല്ലാ വസ്തുക്കളെയും പണത്തിൻ്റെ മൂല്യത്തിൽ കാണുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് അടിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വാർത്ത വരുത്തില്ലേ, ഓട്ടോയിൽ കിടന്ന് കിട്ടിയ കാശ് ഡ്രൈവർ തിരികെ ഏൽപ്പിച്ചു, പിന്നെ ബസ്സിൽ നിന്ന് കിട്ടിയ മാല കണ്ടക്ടർ തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ പോയ വഴിയിൽ വീണ് കിടന്ന സ്വർണം വേറൊരാൾ തിരിച്ചു നൽകി എന്നൊക്കെ പറയാറില്ലേ. അവരൊക്കെ എത്രയോ സംസ്കാര സമ്പന്നരാണ് ഈ കെടുതി പിടിച്ചവന്മാരെക്കാൾ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഈ സായിപ്പിൻ്റെത് എന്ന് പറഞ്ഞ് അങ്ങ് ആദരപൂർവ്വം നക്കി മറിക്കാറുണ്ട്. ആ നക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. അതെല്ലാം ആപേക്ഷികമാണ്. നിറത്തിലും രാജ്യത്തിൻ്റെ അടയാളത്തിലൊന്നുമല്ല, സംസ്കാരത്തിലാണ്, അന്തസ്സിലാണ്, വിശ്വാസത്തിലാണ്. തൽക്കാലം അത്രേ പറയുന്നുള്ളൂ. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ കടന്നു പോകും.